ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദക്കീസ് നെസ്റ്റ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക, എന്നാലും ഇതിലെ ബീഫ് നല്ല ജ്യൂസി ആയതുകൊണ്ട് തന്നെ പൊറോട്ടയുടെയൊക്കെ കൂടെ ഈ ഒരു ബീഫ് ഫ്രൈ മാത്രം മതിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 100 ഗ്രാമോളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു മുഴുവൻ വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് മൊത്തത്തിൽ അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലും നെയ്യും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ബീഫാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സിയിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം. ഇനി മസാലപ്പൊടികളായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് വേവാൻ ആവശ്യമായിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കർ അടച്ച് വെച്ച് ബീഫ് വേവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരെയാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബീഫ് 5 വിസിലായതിനു ശേഷം ഞാനിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് ബീഫ് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ മിക്സ് ബാക്കി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ചെറിയുള്ളിയുടെയും പച്ചമുളകിന്റെയും ഒക്കെ മിക്സ് ഇല്ലേ, അത് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഈ ചെറിയുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബീഫും നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. കുരുമുളക് പൊടി കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റും കൂടും. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് അധികം ഡ്രൈ ആവേണ്ട ആവശ്യമില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ബീഫൊക്കെ അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.
അപ്പോൾ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.